എന്താ മോളെ? ആർക്കു വേണ്ടി അപ്പച്ച ഈ വഴക്കും അടിപിടിയും? ആർക്കു വേണ്ടിയാണെന്ന് ചോദിച്ചാ, ആർക്കെങ്കിലും വേണ്ടി ജീവിക്കണമെന്ന് തോന്നിയിരുന്നെങ്കിൽ അച്ചായൻ ഇങ്ങനെയൊന്നും ആവില്ല. ആ കുട്ടിയുടെ കാര്യം ഞാൻ അച്ചായനോട് പറയട്ടെ? വേണ്ട മോളെ, വേണ്ട. എന്റെ മോള് പിന്നിവിടെ ആരുമല്ലാതായിപ്പോ. അതെങ്ങനെയാ അപ്പച്ച? അവൾ എന്റെ മോളല്ലേ? മോള് പോയി കിടന്നു. സംഘർഷമുണ്ടായ സ്ഥിതിക്ക് നമുക്ക് ആ വള്ളങ്ങളിൽ പങ്കെടുക്കണ്ടെന്ന് വെക്കാൻ കുട്ടപ്പായി. അതെന്നാ വർത്തമാനമാണ് അച്ചോ? നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് വള്ളം കളി കണ്ടോളാമെന്ന് ഞാൻ പരസ്യമായിട്ട് വെല്ലുവിളിച്ചതല്ലയോ? എന്താണേലും പള്ളി അതിനില്ല. ഒരു ജാതി വഴക്കിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നതിൽ പള്ളിക്ക് താല്പര്യമില്ല. എന്റെ പൊന്നു മോനെ കുട്ടപ്പായി, നേരാ, ഞാനും വെല്ലുവിളിച്ചതാ വള്ളംകളിക്ക് കണ്ടോളാന്ന്. പക്ഷെ അക്രം മുടക്കുള്ള വെല്ലുവിളിക്കൊന്നും നിന്റെ അപ്പൻ നിക്കട്ടില്ലെന്ന് നിനക്ക് അറിയത്തില്ലയോടാ. അന്ന പഞ്ചായത്തച്ഛൻ പറയുമ്പോ ഞാനതങ്ങ് വിജയിച്ചു. പള്ളി കാശ് മുടക്കി വള്ളം ഇറക്കും. അപ്പൊ കരയിലെ പ്രധാന കുടുംബക്കാരൻ എന്ന നിലയ്ക്ക് നിനക്ക് അതിന്റെ തുമ്പത്തോ അമരത്തോ ഒന്നിരിക്കാലോ എന്ന് ഞാനും വിചാരിച്ചു. ഏറിയ 5000 6000 മുടക്കാന്നും വെച്ചു. പുത്തൻ ചുണ്ടമുള്ള ഇറക്കാന്നൊക്കെ പറഞ്ഞാൽ ലക്ഷക്കണക്കിന് രൂപയുടെ കാര്യമാ. എന്റെ മോൻ ആ പൂതിയും കളഞ്ഞേര്. അപ്പനെ നമ്പാങ്കൊള്ളുകലെന്ന് നാട്ടുകാരെല്ലാം പറഞ്ഞിട്ടുള്ളതാ. മുമ്പും പല അനുഭവങ്ങൾ ഉണ്ടായിട്ട് ഞാനത് വിശ്വസിച്ചില്ല. അപ്പൻ ഒരൊറ്റയാളെ നമ്പിയാ ഞാൻ ആ പണിക്കരെ വെല്ലുവിളിച്ചത്. ഇനി ഈ നാട്ടുകാരുടെ മുമ്പിൽ എനിക്ക് എന്നാ വിലയുള്ളത്? എന്റെ മാനം കാക്കാനുള്ള കടമ അപ്പനില്ലെങ്കിലും എനിക്കുണ്ട്. ഞാൻ എന്റെ വഴി നോക്കിക്കോളാം. എടാ വണ്ടി. മോനെ കുട്ടപ്പായേ, പാടുപെട്ട് ഉണ്ടാക്കിയ കാശ് പരന്നുക്കാലെ പോകാനേക്കാനുള്ള വഴി നിന്റെ അപ്പനും നോക്കും. ആ നോക്കിക്കോ. നോക്കിക്കോളാ, നീ അങ്ങോട്ട് ചെല്ലേ. കുട്ടപ്പായി, താൻ 10-40 കിലോമീറ്റർ വണ്ടി ഓടിച്ച് ഇവിടം വരെ വന്നിട്ട് ഇങ്ങനെ പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട്. അല്ല, ഔസേ മുതലാളി ചോദിക്കുന്നത് എന്ത് വാടകയും തരാൻ ഞങ്ങൾ തയ്യാറാ. വാടകയുടെ പ്രശ്നമല്ലടോ. സ്വന്തം പെണ്ണും പിള്ളയും മക്കളെയും ഒക്കെ വാടകയ്ക്ക് കൊടുക്കുന്നത് പോലെയാ വള്ളം വാടകയ്ക്ക് കൊടുക്കുന്നത്. ഞങ്ങളുടെ ചുണ്ടൻ വള്ളം എന്ന് പറഞ്ഞാൽ തലമുറയായിട്ട് കുടുംബത്തിന്റെ അന്തസ്സായിട്ടാ വച്ചിരിക്കുന്നത്. ഇന്നിപ്പോ അത് കാത്തു സൂക്ഷിക്കാനുള്ള പാങ്ങൊന്നും ഉണ്ടായിട്ടല്ല. അതുമല്ല, താൻ നല്ലൊരു തുക വാടക തന്നാൽ എനിക്കതൊരു നിക്കക്കള്ളിയാ. എന്നാലും ഞാനത് ചെയ്യില്ല. അല്ല, ഇനി 1 മാസം കൂടെ ഉണ്ടല്ലോ, മുതലാളി ഒന്നുകൂടെ ആലോചിക്കും. ഓ, ഇനിയിപ്പൊ ഇക്കാര്യത്തിൽ ആലോചിക്കാനൊന്നുമില്ല. എന്നാ പിന്നെ കാണാം. ആ, ബാങ്ക് ലോണും വക്കീൽ നോട്ടീസും ജപ്തിയൊക്കെ ആയിട്ട് നിൽക്കുക. എന്നാലും അയാളുടെ ഒരു അഭിമാനം കണ്ടില്ലേ? തുഴിച്ചിറങ്ങണം. അച്ചായോ, അയാളുടെ പാങ്ങും പടുതിയെ കണ്ടിട്ട് വള്ളം വിലക്ക് കിട്ടുന്ന കോളുണ്ട്. നിന്റെ കയ്യിലുണ്ടോ 1 ലക്ഷം രൂപ എടുക്കാൻ? അപ്പൻ ഷാപ്പിലേലത്തിന് വെച്ചിരിക്കുന്ന ഒരു 5-6 കെട്ടിഞ്ഞെടുത്തോണ്ട് വാ. വർത്തമാനത്തിന് ഒരു കുറവില്ല. കയറാം. അച്ചായ, ഒരു മാർഗമുണ്ട്. എന്തുവാടാ ഒരു രഹസ്യം? ഞങ്ങളോട് അറിയാം. നമ്മൾ അച്ചായന്റെ തന്തപ്പടിയുടെ മുത അടിച്ചു മാറ്റുന്നു. എപ്പടി? അത് കൊള്ളാം. അച്ചായനെ കാണുന്നില്ലല്ലോ. നമുക്ക് ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യാം.
ശരി ശരി. അളിയ നല്ല ഉറക്കോ? അച്ചായൻ പറഞ്ഞില്ലേ ഇടത് ഭാഗത്ത് സേഫ് എന്ന്. താക്കോലുണ്ടോ നോക്ക്. ഇല്ല, മേശക്കകത്ത് നോക്ക്. ഇതിനടി കാണും. തലങ്ങനടി നോക്ക്. ഇറങ്ങിപ്പോവരുത്. ഞങ്ങൾ മലയിക്കള്ളന്മാരാണ്. കള്ളൻ കള്ളൻ എന്റെ കണ്ണടയ്ക്ക് എടുത്തറ. എടുക്കണ്ട, കത്തിയാണ് കുത്തും. അച്ചായ, അച്ചായ, ദേ ഒന്ന് എണീറ്റേ. അടങ്ങി കിടക്കണോ കളവാ? ഇഷ്ടം പോലെ ഉണ്ടല്ലോ. എന്തോ ശബ്ദം കേൾക്കുന്നു. പോയി നോക്കിക്കേ. കമോൺ. പിടിച്ചോ കള്ളൻ, എന്റെ കാശൊക്കെ എടുത്തിട്ട് പോന്നേ. അനാവശ്യ കാര്യങ്ങൾ ഇടപെടണം നീ. അയ്യോ കള്ളൻ കള്ളൻ, ഞാൻ കള്ളൻ പോണേ കള്ളൻ. കള്ളനാ ഞാനാ. അച്ഛൻ ആള് തെറ്റി. ഞാനാ രാജു. ശ്വാസം മുറി. ഞാനാ രാജു. അയ്യോ ആ കൈ കടിക്കുന്നു. കടിക്കില്ല. ഞാനാ പാപ്പി കള്ളൻ. അച്ചായ, നീ പോയി അപ്പത്തനങ്ങൾ സംഭവിച്ചു നോക്ക്. ചെല്ലേ ഓട്.